നിങ്ങൾ കാലിഗ്രഫി കണ്ടിട്ടുണ്ടാവും അല്ലേ? പലതരത്തിലുള്ള പെൻസ് വെച്ചിട്ട് ഒരുപാട് ടൂൾസ് വെച്ചിട്ടും ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് ചെയ്യുന്ന ഒരു രീതിയാണ് കാലിഗ്രഫി. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു വെറൈറ്റി കാലിഗ്രഫി ചെയ്യാൻ പോവാണ് ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട്. അപ്പോൾ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് കാലിഗ്രഫി ചെയ്യണമെങ്കിൽ ആദ്യം എന്താ വേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ് ഐസ്ക്രീം കഴിക്കണം. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് നമുക്ക് ഐസ്ക്രീം സ്റ്റിക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയൊരു ഉപമാറ്റം വരുത്തണം. ഒരു ബ്ലേഡ് അല്ലെങ്കിൽ നൈഫ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഈ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം. ഓക്കെ, നമുക്ക് അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഷേപ്പാക്കി എടുക്കണം. കേട്ടോ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് നമുക്ക് ഇഷ്ടമുള്ള സൈസിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. വേണമെങ്കിൽ ഈ രണ്ട് ഭാഗം ഒന്ന് സാൻഡ് പേപ്പർ ചുരച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ചെറുതായി കിട്ടും. ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നല്ല കട്ടിയുള്ളൊരു പേപ്പറാണ്. ഇവിടെ ഞാൻ ഐവറി ഷീറ്റാണ് എടുക്കുന്നത്. പിന്നെ ഇങ്ക് ആവശ്യമുണ്ട്, അപ്പോൾ ഇങ്ക് എടുക്കുന്നുണ്ട്. ഇത് നോർമൽ ഫൗണ്ടൻ പെന്നിൽ യൂസ് ചെയ്യുന്ന ഇങ്കാണ്. നെക്സ്റ്റ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഒരു സ്കെയില്, ഒരു പെൻസില്, പിന്നെ ഒരു റെഫറൻസ് ഇമേജ്. ഞാനിവിടെ പിൻട്രസ്റ്റ് എന്നുള്ളൊരു ആപ്പാണ് യൂസ് ചെയ്യുന്നത് റെഫറൻസ് ഇമേജ് കിട്ടാനായിട്ട്. ഈ ആപ്പ് മൊബൈലിലൊക്കെ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ pinterest.com എന്നുള്ള സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം കിട്ടുന്നതാണ്. അതിൽ നമുക്ക് ഗോതിക് കാലിഗ്രഫി എന്ന് സെർച്ച് ചെയ്യണം. ഗോതിക് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോണ്ടാണ്, അത് വെച്ചിട്ടുള്ള കാലിഗ്രഫിയാണ് ഗോതിക് കാലിഗ്രഫി. അപ്പോൾ അത് സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കിട്ടും. അതിൽ നിന്ന് നല്ലൊരെണ്ണം ചൂസ് ചെയ്തിട്ട് നമുക്ക് വരച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രൈ ആണിത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ളവരെണ്ണം എടുത്താൽ മതി. നമുക്ക് ഇത് എഴുതി നോക്കാം, താങ്ക് യു എന്നുള്ള ഒരു സംഭവം എഴുതി നോക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സ്കെയിൽ വെച്ചിട്ട് നമ്മുടെ പഴയ 4 വരെ കോപ്പി ഉണ്ടാക്കണം. മലയാളം മീഡിയത്തിൽ പഠിച്ചവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. 4 വരെ കോപ്പി എന്താണെന്ന് നമുക്ക് ഇംഗ്ലീഷൊക്കെ എഴുതാനായിട്ട് ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാനായിട്ട് പണ്ട് നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇങ്ങനെ വരയ്ക്കാം, 4 ലൈൻസ് വരയ്ക്കാം. അതിൻ്റെ അകത്ത് നമ്മുടെ ഫോണ്ട് എഴുതുക. അപ്പോൾ ഇങ്ങനെ പെൻസിൽ വെച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഡയറക്റ്റ്ലി പെൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു ഐഡിയ ഉണ്ടാവില്ല ഇവിടെ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടൂൾ എടുക്കാം, അത് ഇങ്കിൽ മുക്കിയിട്ട് നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഞാനൊരു റെഡ് ഇങ്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഞാൻ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ റൂൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഇങ്ങനെ വെച്ച് വരയ്ക്കരുത്. നമ്മൾ ചെറിയൊരു ചെരിവ് വേണം. കണ്ടോ, അതായത് ലൈന് ചെരിവ് വേണമെന്നല്ല, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ആംഗിൾ വെച്ചിട്ട് വേണം വരയ്ക്കാനായിട്ട്. ഇങ്ങനെ വെക്കരുത്, ഈ ഒരു ആംഗിൾ വെച്ചിട്ട് വേണം വരയ്ക്കാനായിട്ട്. എന്നിട്ട് നേരെ സ്ട്രൈറ്റ് താഴേക്ക് വരിക. കണ്ടോ, ഇങ്ങനത്തെ ഉള്ള ലൈൻസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് സ്റ്റാർട്ടിങ് കാണിച്ചു തരാം ഞാൻ. ഇപ്പോൾ ഇവിടെ നിന്ന് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്ട്രോക്കായിട്ട് ചെയ്യുക. ഇവിടെ നിന്ന് ഒരു സ്ട്രോക്ക് ഇങ്ങോട്ട് നമുക്ക് ഇടണം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആ ചെരിവ് മാറാതെ ഇങ്ങോട്ടൊരു സ്ട്രോക്ക് നമ്മൾ ഇട്ടു. കണ്ടോ, അപ്പോൾ ആ ലൈൻ കഴിഞ്ഞ് ഈ താഴത്തെ ഈ ഒരു സാധനം നമുക്ക് ഇടണം. കണ്ടോ, താഴത്തെ അത് നമുക്ക് ഇട്ടു. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇങ്ങനെ ഇടുന്ന സമയത്ത് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഇടുക. പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് ഒരു ലൈൻ ഇട്ടു. പിന്നെ താഴത്തേക്ക്. കണ്ടോ, അപ്പം ഇങ്ങനെ ഓരോ സ്ട്രോക്കുകളായിട്ട് വേണം നമുക്കത് ചെയ്യാനായിട്ട്. ഫസ്റ്റ് ടൈം നമുക്ക് കോൺഫിഡൻസ് കുറവായിരിക്കും, അപ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒന്നുകൂടി കാണിച്ചു തരാം. ഈ ഒരു ചെരിവ് നിലനിർത്തിക്കൊണ്ട് ഞാൻ ഇങ്ങനെ ലൈൻ വരയ്ക്കുകയാണ്, ഇങ്ങനെ വരയ്ക്കുകയാണ്, ഇങ്ങനെ വരയ്ക്കുകയാണ്, ഇങ്ങനെ വരയ്ക്കുകയാണ്. അപ്പോൾ അതാണ് സംഭവം. എച്ച് എഴുതിയിട്ടുണ്ട്.
എഴുതിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ടൈം എടുത്ത് ഓരോ സ്ട്രോക്കും നമ്മൾ പഠിച്ച് പതുക്കെ പതുക്കെ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം അടിപൊളിയായിട്ട് കിട്ടും. എന്നെ എഴുതിയിട്ടുണ്ട്. കെ കുറച്ചും കൂടി നീക്കി എഴുതണം. കെ എഴുതാൻ ആക്ച്വലി അവിടെ സ്ഥലമില്ല. കാരണം നമ്മുടെ പെന്നിൻ്റെ വിഡ്ത്ത് കൂടുതലാണ്, അതുകൊണ്ടാണ്. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കിട്ടിയാൽ നമുക്ക് ബാക്കി ഐഡിയ തന്നെ സ്വയം കിട്ടിക്കോളും. ഒക്കെ എഴുതിയിട്ടുണ്ട്. ഈ വൈ കണ്ടോ, വൈയുടെ സ്ട്രോക്ക് കണ്ടോ, ഇങ്ങനെ. ഇതുപോലുള്ള സ്ട്രോക്കുകൾ നീറ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രമിച്ചാൽ മതി. പിന്നെ വേണമെങ്കിൽ ഈ ടിപ്പ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ലൈൻസ് ഇടാൻ പറ്റും. ഇപ്പോൾ ഇവിടെ വൈയുടെ ലൈൻസ് ഞാൻ ഇങ്ങനെ ഇടുന്നുണ്ട്. അപ്പം ഞാനിതിൽ പ്രൊഫഷണലൊന്നല്ല, ഞാനിതുപോലെ പിക്ചർ നോക്കി പഠിച്ചു തന്നെയാണ്. നിങ്ങൾക്കും ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നത്. കണ്ടോ, അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ഒരു ഫോണ്ടിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചു. ഇതിൻ്റെ മുകളിൽ 2000 ഉണ്ട്, അതും കൂടി നമുക്ക് എഴുതാം. അതിന് ഞാൻ ബ്ലാക്ക് ഇങ്കാണ് യൂസ് ചെയ്യണം. ജസ്റ്റ് ഈ ടിപ്പ് വെച്ചിട്ട് ഞാൻ എഴുതണം കേട്ടോ, ഈ ഒരു ടിപ്പ് വെച്ചിട്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ എനിക്കുള്ള ചീത്തപ്പേരായിരുന്നു നല്ല ഹാൻഡ് റൈറ്റിംഗ് ഇല്ല എന്നുള്ളത്. നിങ്ങൾ വരയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വരയ്ക്കണേക്കാൾ അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. താങ്ക് യു. അപ്പോൾ നമുക്ക് ഒരു സിമ്പിൾ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇത് ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിൽ ഇങ്ങനെ ഒരു സംഭവം എഴുതി കൊടുത്തു നോക്കുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണിത്. ഇനി ഞാൻ വേറൊരു സംഭവം പരിചയപ്പെടുത്തി തരാം. ഇതിനെ പൈലറ്റ് പാരലൽ പെൻ എന്നാണ് വിളിക്കുക. ഇത് ആക്ച്വലി കാലിഗ്രഫി ചെയ്യാൻ ഉപയോഗിക്കുന്ന പെന്നാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ എഴുതി കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ റെഡ് ഇങ്കാട്ടം നിറച്ചേക്കുന്നത്. ഇതിനൊരു 1000 രൂപ വിലയുണ്ട്. അപ്പോൾ നമുക്ക് ഇതേ ഒരു എഫക്റ്റ് തന്നെ നമുക്കൊരു ഐസ്ക്രീം കഴിച്ചുകൊണ്ട് ഐസ്ക്രീം സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല, അതിൻ്റെ വിഡ്ത്ത് കൂടുതലായതുകൊണ്ട്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ വിഡ്ത്ത് കുറച്ചും കൂടി കുറച്ചുണ്ടാക്കണം. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഇതുപോലെ ലെറ്റേഴ്സൊക്കെ വെച്ച് നല്ല ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് മറ്റൊരു ഫോണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ബ്രഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ നോർമൽ ഫ്ലാറ്റ് ബ്രഷ്, സിന്തറ്റിക് ബ്രഷ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലിഗ്രഫി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.